ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നോക്കിയിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ്. ഇനി അതിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. എന്തൊക്കെയാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അവയുടെ ഫീച്ചേഴ്സ്, അതിൻ്റെ കീഴിൽ വരുന്ന സൊസൈറ്റീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോൾസ് അണ്ടർ ദ ഫോളോയിങ് കാറ്റഗറീസ്. പ്രൈമറി സൊസൈറ്റീസ് ഈ താഴെ പറയുന്ന കാറ്റഗറിയിലാണ് വരിക. ഒന്ന്, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി 1972 ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ വരുന്നത്. ദെൻ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1958 സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കീഴിൽ വരുന്നവ. അതേപോലെ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി 1904 സ്മോൾ സൈസ്ഡ്, അതിന് കീഴിൽ വരുന്നത്. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1945, ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി 1956. അപ്പോൾ ഇവയൊക്കെയാണ് പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റീസ്. ദെൻ ഇത് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. സ്മോൾ സൈസ്ഡ് സൊസൈറ്റീസ്. The primary agricultural credit societies which began to be established with the passing of Cooperative Credit Societies Act of 1904. അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് നിലവിൽ വന്നിട്ടുള്ളത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904 പ്രകാരമാണ്. They were set up the Raiffeisen model with unlimited liability and small area of operation covering one village. ഒരു വില്ലേജ് കവർ ചെയ്തുകൊണ്ട് കുറച്ച് ഏരിയ ഉള്ളല്ലോ. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന റൈഫിൻസൺ മോഡൽ പ്രകാരമാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. The main objects of these societies was to raise fund for granting loans to members and promote the spirit of self-help and thrift. ആ മെമ്പേഴ്സിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ ആ ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ട്, ആൾക്കാർക്കൊക്കെ ഗ്രാൻഡിങ് ലോൺസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി 10 or more person can apply for the registration of an agricultural credit society. 10 പേർക്കോ 10 പേരിൽ കൂടുതൽ ആൾക്കാർക്കോ നമുക്കൊരു ക്രെഡിറ്റ് സൊസൈറ്റി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. Membership of a society is open to any person above the age of 18, residing with the area of operation of the society having a good character. ആ സൊസൈറ്റി തുടങ്ങുന്ന ആ ഏരിയയിലുള്ള 18 വയസ്സിന് മുകളിലുള്ള ഗുഡ് ക്യാരക്ടറുള്ള ആൾക്കാർക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുക. The application for registration is to be submitted to the registrar accompanied by copies of bylaws. If the registrar is satisfied that the proposed bylaw and in conformity with the Cooperative Act and rules, the society has a fair chance of success. The registrar of the society issue a certificate of registration. അതായത് അങ്ങനെ തുടങ്ങണമെന്നുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഒരു രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ബൈലോസ്, അവർ തുടങ്ങുന്ന സ്ഥാപനത്തിൻ്റെ ബൈലോസൊക്കെ വെച്ചുകൊണ്ട്. ദെൻ ആ ബൈലോസൊക്കെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതൊക്കെ കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾസിനൊക്കെ അനുകൂലമായിട്ടുള്ള രീതിയിലുള്ളൊരു ബൈലോയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യാം. സച്ച് സൊസൈറ്റീസ് പ്രൊവൈഡ് ഷോർട്ട് ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. അഗ്രികൾച്ചറൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് മീഡിയം ലോൺസ്, ഷോർട്ട് ടേം ലോൺസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് അതർ റിക്വസൈറ്റ്സ് ആൻഡ് ദ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ദ സൊസൈറ്റി ഈസ് ഓൾസോ എക്സ്പെക്റ്റഡ് ടു ഇൻകൾക്കേറ്റ് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ് എമംഗ് ദ മെമ്പേഴ്സ്. അതുകൂടാതെ മെമ്പേഴ്സിൻ്റെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതും കൂടി ഇതിനൊരു ഉദ്ദേശമുണ്ട്. In the early stages, these societies were considered to the most suitable under Indian condition. Indian condition suitable ആയിട്ടുള്ള മോസ്റ്റ് സ്യൂട്ടഡ് സൊസൈറ്റീസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1928 included their report that the credit societies has proved easy to manage. ഇങ്ങനെയുള്ള സൊസൈറ്റീസ് ഈസി ടു മാനേജ് ആണ്. ഇറ്റ് പ്രിൻസിപ്പിൾസ് ആർ റിയലി അണ്ടർസ്റ്റുഡ്. പ്രിൻസിപ്പിൾസ് നന്നായി മനസ്സിലാവുന്ന, ക്ലിയർലി ഡിഫൈൻഡ് ആണ്. ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ് ആർ വിത്തിൻ ദ കപ്പാസിറ്റി ഓഫ് ദി വില്ലേജർ. അവരുടെ ആവശ്യങ്ങളും ഇതൊക്കെ വില്ലേജേഴ്സിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളതാണ്. ആൻഡ് സോ മച്ച് ഹാസ് ടു ഇൻകൾക്കേറ്റ് ദ വാല്യൂ ഓഫ് സെൽഫ് ഹെൽപ്പ്, ത്രിഫ്റ്റ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പൊക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദ എക്സ്പീരിയൻസ് ഗെയിൻഡ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. കുറേ വർഷത്തിന് ശേഷം അല്ലെങ്കിൽ കുറേ വർഷത്തെ അതിൻ്റെ വർക്കിങ്ങിന് ശേഷം, it however showed that
ദേ ഹാഡ് ബീൻ വർക്കിംഗ് അണ്ടർ എ നമ്പർ ഓഫ് ഹാൻഡിക്യാപ്സ് ഡ്യൂ ടു സ്മോൾ ബിസിനസ്. അതൊരു സ്മോൾ ബിസിനസ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാൻഡിക്യാപ്സ്, ഒരുപാട് അതിന് പോരായ്മകൾ ഉണ്ടായിരുന്നു. ദർ പ്രോഫിറ്റ് വർ മീഗ്ര ആൻഡ് ദേ വുഡ് നോട്ട് അഫോർഡ് ടു അവൈൽ ദ സർവീസസ് ഓഫ് സ്കിൽഡ് ട്രെയിൻഡ് സ്റ്റാഫ്. ഇത് പ്രോഫിറ്റ് എന്തായിരുന്നു, വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്കിൽഡ് സ്റ്റാഫിനൊന്നും അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. only a few of them had a full time secretary or even an office. ചില സ്ഥാപനങ്ങൾ മാത്രമാണ് ഫുൾ ടൈം സെക്രട്ടറിയും അതേപോലെ ഒരു ഓഫീസ് പോലും ഉണ്ടായിരുന്നത്. they could collect very little of owned fund and their borrowing limit were large enough to enable secure credit from the higher financing agency. അതായത് അവരുടെ ഓൺഡ് ഫണ്ട് എന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതനുസരിച്ച് ബോറോയിങ് കൊടുക്കുക, സെക്യൂർ ക്രെഡിറ്റ്സ്, അതൊക്കെ ഹയർ ഫിനാൻസിങ് അതോറിറ്റിയിൽ നിന്ന് നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ചും നമ്മുടെ ഡെപ്പോസിറ്റിനനുസരിച്ചാണല്ലോ നമുക്ക് ഹയർ അതോറിറ്റീസിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഇതൊക്കെ കുറവായതുകൊണ്ട് തന്നെ അത് കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു. ദ റിസൾട്ട് വാസ് ദേ കുഡ് നോട്ട് എക്വിപ്പ് ദംസെൽഫ് ഫിനാൻഷ്യലി ടു സർവൈവ് ദ നീഡ്സ് ഓഫ് മെമ്പേഴ്സ് ആഡിക്വറ്റ്ലി. അവർ മെമ്പേഴ്സിൻ്റെ നല്ല രീതിയിലൊന്നും ഫിനാൻഷ്യലി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. ഇൻ ഷോർട്ട്, ദ ഓവറോൾ അസസ്മെൻറ്റ് ഓഫ് ദി ഫങ്ഷൻ ഓഫ് ദീസ് സൊസൈറ്റീസ് വാസ് ദേ ഹാഡ് ഫെയിൽഡ് ടു ബ്രിങ് ഔട്ട് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ലൈഫ്സ് ഓഫ് ദി പീപ്പിൾ. അതിങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ രീതിയിൽ നടന്നു പോകുന്നത് സക്സസ് ആയിട്ടാണ്. പക്ഷേ എന്നാലും അതിന് വളരെ വലിയ രീതിയിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഫെയിലിയർ ആയിരുന്നു എന്നാണ് പറയുന്നത്.